എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജാസ്മിൻ ജാഫർ ഇത് പറഞ്ഞു നമ്മുടെ നാക്ക് കഴിക്കണം. അല്ലാണ്ട് അവിടെ ഒരു മാറ്റമില്ല, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വൃത്തിയില്ലായ്മയിൽ PhD എടുത്തുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കോക്കനായിട്ടാണ് ഇവള് കാണിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഇന്നലെ കൂടി മറ്റേ മുടിയും വലിച്ചു കെട്ടി അവിടെ നിന്ന് ഒരു മീൻസ് കിച്ചണില് മുടിയിലും വലിച്ചു കെട്ടി അടുത്തത് ആ സ്പൂൺ എടുത്ത് മറ്റേ കിണ്ടാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇത് ഞാനൊരു കാര്യം പറയാം, ഇതിപ്പോ പുറത്ത് ചർച്ച ഇത്രയും വലിയ വിഷയമായി ചർച്ചയായത് അവൾക്കറിയത്തില്ല. ഓക്കെ ഫൈൻ, പുറത്ത് അവളുടെ വൃത്തിയെ പറ്റിയിട്ട് ചർച്ചയായത് അവൾക്കറിയത്തില്ല. പക്ഷെ ലാലേട്ടൻ ഉൾപ്പെടെ വന്നിട്ട് എത്രയോ പ്രാവശ്യം അത് പറയുകയും അവിടുത്തെ ഹൗസിലുള്ള എല്ലാവരും പറയുകയും ചെയ്തിട്ടും ഞാൻ മാറത്തില്ല, എന്നെ തല്ലേണ്ട മാവാൻ ഞാൻ നന്നാവൂല എന്ന് പറയുന്ന സാധനം വെച്ചുകൊണ്ട് നടക്കുന്ന ഇവളെ എന്ത് കോക്കനട്ട് പറയാനാടേ? വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവളെന്ത് കോക്കനട്ടാ ചെയ്ത് കൂട്ടുന്നത്. ഇന്നലെ ശ്രീരേഖ അത് പറയുന്നുണ്ട്. ഞാൻ ആ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അതായത് ഇവള് മുടി കെട്ടി അവിടെ ഇട്ട് കറക്കിയിട്ട് ഈ പറയുന്നത് പോലെ ഇതിൻ്റെ അകത്ത് കയറുന്നു. ഏത് ഈ പറയുന്ന കിച്ചൻ്റെ അകത്ത് നിന്നിട്ട് മുടി കറക്കിയിട്ട് അവിടെ നിന്ന് കേട്ട് ഈ മുടി കെട്ടുന്നത് ഒരിക്കലും കിച്ചണിൽ വെച്ച് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ മുടി ഇങ്ങനെ നമ്മൾ ചുറ്റി എടുക്കും. എനിക്കറിയാം, മുടി ചുറ്റി ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഒന്നോ രണ്ടോ മുടി ഇങ്ങ് പോരും ചിലപ്പോൾ. ആ മുടി ഇതിൽ ഏതെങ്കിലും ഉണ്ടാക്കുന്ന സാധനങ്ങളോ അല്ല ഫ്രൈ വല്ലതും ആണെങ്കിൽ അതിൽ കൂടി പൊരിച്ചെടുക്കുക. മുടി വറുത്തതാവും. അങ്ങനത്തെയൊക്കെ സെറ്റപ്പിൽ മുടി ഇങ്ങ് പോരും. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിപ്പോൾ നമ്മുടെ വീട്ടിലായാൽ കൂടി നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടെങ്കിൽ മുടി അഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറി നിന്ന് കെട്ടിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. ഇത് അതിന് പോലെയുള്ള കോമൺ സെൻസും ഇല്ല, ബോധവും ഇല്ല. ഇത് എവിടെ നടാ കുട്ടിയും പറിച്ചുകൊണ്ട് വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സീരിയസ്ലി ഒരു പിടുത്തവും ഇല്ല. ഇത്രയും വൃത്തിയില്ലാത്തൊരു സാധനത്തിനെ ഞാൻ കണ്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം പോലും ഇല്ല. ഇവളാണ് മറ്റേ വായ്ത്താളം അടിച്ച് ഇവള് പറയുന്ന നിലപാടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങും തൊടാതെ എന്തോ വിളിച്ച് പറയും, വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് പറയും. ഇവള് പറയുന്നതിൽ ഒരു അർത്ഥം പോലും കാണൂല. അങ്ങനത്തെ രീതിയിലാണ് ഓരോന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അതും പോട്ട്. ഇപ്പൊ ഇത് എത്ര പ്രാവശ്യം എല്ലാവരും ഉൾപ്പെടെ അവിടെ പറഞ്ഞ് മനസ്സിലായി. എന്തിനും ഗബ്രി വരെ പറഞ്ഞിട്ടുണ്ട് നീ നാറ്റമൊന്നും കുളിക്കൂലെന്ന്. അങ്ങനെ വരെ പറഞ്ഞിട്ട് പോലും ഇത്രയും ഒരു ഇതില്ലാതെ, ഇത്രയും ബോധമില്ലാണ്ട് ഇവള് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. എന്നിട്ട് ഇവള് ഈ ശ്രീരേഖ എടുത്തോണ്ട് വീട്ടിൽ ഞാൻ പെട്ടെന്ന് അങ്ങനെ അതുപോലെ ആലോചിച്ചു. അപ്പൊ വീട്ടിൽ ഇങ്ങനെയാണല്ലേ, മുടിയും വലിച്ച് കെട്ടിപ്പറക്കിയാണ് ഇങ്ങനെ മറ്റേ തിന്നാൻ ഉണ്ടാക്കുന്നത്. സൂപ്പർ. എന്നോട് അവാർഡ് വിളിച്ചു തരണം. ഏറ്റവും കൂടുതൽ വൃത്തിയില്ലാത്ത ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് വിളിച്ചു തരണം. അതാണ് ചെയ്യാവുള്ളത്. സത്യം അമ്മാതിരി കോപ്പറായ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ബോധം വേണ്ടേ മനുഷ്യനായ. ഇങ്ങനെയൊക്കെ ഇത്രയും തരം താഴ്ന്നു പോകാൻ പറ്റും. ഞാൻ ഇത് എന്തുവാ ആലോചിക്കുന്നത്. എനിക്ക് ഇത് നമ്മൾ മറ്റേ തല്ലിക്കോട് ചൊല്ലിക്കോട് എടുത്ത് വിളയേറി ആ സാധനമാണ്. മടുത്ത് പറഞ്ഞ് മടുത്ത് ഇവള് ഏത് കേസ് അറ്റൻഡ് ചെയ്താല് ഇങ്ങനെ തന്നെയല്ലേ. എത്രയെന്ന് പറഞ്ഞായിട്ട് പറയുന്നു നമുക്കും കേൾക്കുന്ന നിങ്ങൾക്കും ബോറടിക്കത്തില്ലേ ഗൈസ്? ഇതാണ് അവസ്ഥ. എന്തായാലും ഇന്നലെ എപ്പിസോഡിലുള്ള ഒരു കാര്യം ഞാൻ കൊടുക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ എപ്പിസോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവനെയും ജാസ്മിനെയും ഗബ്രിയെയും കാണിക്കാൻ പറ്റുന്നിടത്തോളം മാക്സിമം അവർ കാണിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം സീരിയസ്ലി പറയാം, ഈ രണ്ടെണ്ണത്തിനെയും കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും വെറുപ്പ്. അതുപോലെ ഉള്ള ഒരു താഴെ കമന്റ് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. എനിക്ക് ഈ സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിനെ കാണുമ്പോൾ അൾട്രലി വെറുപ്പാണ്, വേറെ വിഷയമാണ്. എനിക്കിപ്പോൾ ചൊറിഞ്ഞാണ് വരുന്നത്. ഇവർ ഈ ലൈവിലായാലും എപ്പിസോഡിലായാലും കൂടുതലും കാണിക്കുന്ന ഈ രണ്ട് കോമാളികളെയാണ്. മനസ്സിലായ? ലൈവ് എടുത്തു കഴിഞ്ഞാലും അവിടെ വേറുള്ളവർ ഭയങ്കര അവിടെ കോൺട്രവേഴ്സി സംഭവങ്ങളും ചർച്ചകളും നടക്കുന്നു എന്നല്ല, പക്ഷേ കൂടുതലും കാണിക്കുന്നത് ഈ രണ്ടിനെയുമാണ്. ഇത് രണ്ടും കുണു എന്ന് പറഞ്ഞാൽ അത് കൊടുക്കും. ഇത് രണ്ടും ഒന്നിച്ച് എവിടെ വന്നാൽ അതപ്പ ആ ലൈവിലായാലും എപ്പിസോഡിലായാലും അതായിരിക്കും പിന്നെ ഫുള്ള് സ്ക്രീൻ സ്പേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. സ്ക്രീൻ സ്പേസ് ഒക്കെ കൊടുക്ക്. പക്ഷെ അത് ഈ വന്നിരുന്ന് സംസാരിക്കുന്നതിലോ പറയുന്നതിലോ എന്തെങ്കിലും ക്വാളിറ്റി ഉള്ള സാധനം ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിൽ തെറ്റില്ല. ഇത് പറയുന്നതും എന്തോ ചെയ്യുന്നതും എന്തോന്ന് ഒരു ബോധമില്ല. ഇന്നലെ എപ്പിസോഡ് പ്ലേ ചെയ്തപ്പോൾ അതിൽ ഈ നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിലുള്ള അഭിനയിച്ച് തള്ളുകയാണ്. രണ്ടുപേരും കൂടി നിലപാടുകളിൽ വ്യത്യാസം ഉറച്ചു നിൽക്കുന്നു, ഞങ്ങൾ മറ്റേ പിരിയുന്നു എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യിക്കുന്ന സാധനമാണ്. ഞാൻ ഒരു ടോക്ക് ഇവിടെ അങ്ങ് കൊടുക്കുക. വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറയുന്നത് നീ കേൾക്കുന്ന പ്രശ്നമാണ് നിന്റെ കുഴപ്പം. ഞാൻ പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് ഞാൻ വ്യക്തമായിട്ട് എണീറ്റ് പോടെ. ഞാൻ പറയുന്നതിൽ വ്യക്തമാണ്. നീ എന്ത് വാഗനായിട്ടാണ് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഞാനൊക്കെ ഭയങ്കര വ്യക്തത തന്നെ.
ചുമ്മാ വായിക്ക് തോന്നിയ കോതിക്കാട്ട് നീയും വിളിച്ചു പറയും അവളും വിളിച്ചു പറയും. എന്നിട്ട് ഭയങ്കര വ്യക്തതയാണ് വ്യക്തത. ഇവളെന്തിനാ നുണയനെന്ന് എന്താ എപ്പിസോഡിൽ പറഞ്ഞ് അതേ പിടിച്ച് നുണ പറയല്ലെന്ന് എന്താ പറഞ്ഞത്, അതിലെ പിടിച്ച് ഇവൻ കയറി. ഇവർ സംഭവം മനസ്സിലായി. ഇനി ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു മിസ്ലീഡിങ് സാധനം ഇട്ട് കൊടുക്കും. ഞങ്ങൾ ആ നിലപാടുകൾ അല്ലെങ്കിൽ വാക്കുകൾ വരുമ്പോൾ ഞങ്ങൾ രണ്ട് നമ്മളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. അത് ഗെയിം സ്ട്രാറ്റജിയാണ്, കോക്കനട്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലായില്ല. ആളുകൾ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുക. ആ സാധനം വളരെ വ്യക്തമായിട്ട് രണ്ടുപേരും ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെയാണ്. ആദ്യമൊന്നും ഇല്ലാത്തൊരു വഴക്കും ബഹളവും ഒക്കെ ഇവർ തമ്മിൽ പരസ്പരം കാണിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി പുറത്ത് നെഗറ്റീവാണ്. അതുകൊണ്ട് ഇനി ഇങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഇങ്ങനെ പതുക്കെ പിടിവിട്ട് പോണ ഒരു സെറ്റപ്പ് ആയിരിക്കും മിക്കവാറും. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കുറവുള്ളത് ഈ ആഴ്ചയിൽ ഗപ്രി പോകാനാണ് ചാൻസ് എന്നാണ് പറയുന്നത്. ഏത് വോട്ട് കുറവുള്ളത് ഈ ആഴ്ചയിൽ. അതുകൊണ്ട് അവൻ പോകണം എന്നാണ്, പോകും എന്നുള്ള ഒരു സാധനത്തിലാണ് നിൽക്കുന്നത്. കാരണം ഏതൊരു ചാനലിലെ പോളിംഗ് എടുത്തു കഴിഞ്ഞാലും വോട്ട് ഏറ്റവും കുറവ് ഇപ്പം ഗപ്രിക്കാണ് ഈ വീക്കിൽ ഇതിലുള്ളതിൽ, അതെ നോമിനേഷനിലുള്ളതിൽ. അതുകൊണ്ട് ഗപ്രി പോകാനാണ് വളരെ പോസിബിലിറ്റി കൂടുതൽ. അവൻ പോയില്ലെങ്കിൽ അത് അത്രയ്ക്ക് ഇത്ര തന്നെ അങ്ങ് കൂട്ടിയാൽ മതി, മനസ്സിലായോ പോളിങ്ങിന്റെ കണക്ക്. അതുകൊണ്ട് അവൻ പോകാനാണ് ചാൻസ്. അവൻ പോയി കഴിഞ്ഞാൽ ജാസ്മിൻ സന്തോഷമായി. ഇനി നമുക്ക് നമ്മുടേതായ ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ അവൾ ഇറങ്ങി തിരികെ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അവൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് രണ്ടിനെയും കൂടി അവിടെ ഇട്ടിരുന്നാലേ ഒരു ഇതുള്ളൂ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇട്ടിരിക്കും. പക്ഷെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഇത് രണ്ടിനെയുമാണ്. ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കാത്തത്. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പേഴ്സണലി സംസാരിക്കുന്നുണ്ട് കേട്ടോ, ഈ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പ്രേക്ഷകർ ഒരുപാട്, വീഡിയോ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ല, പ്രേക്ഷകർ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. അവർക്കൊക്കെ മടുത്ത് വെറുപ്പ്. ഇപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഗബ്രി, ജാസ്മിൻ, വാഴത്തോട്ടം, ഈ ഒരു സാധനമാണ് ആൾക്കാർ എൻ്റെ അടുത്ത് ഇപ്പോൾ പറയുന്നത്. അവർക്ക് വയ്യ ഇപ്പോൾ കാണാൻ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ബിഗ് ബോസിന്റെ അധികൃതർ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് അത് മാറ്റിപ്പിടിക്കുക. നിങ്ങളൊരു മാറ്റിപ്പിടുത്തം ആണല്ലോ ഈ സീസൺ. അതുകൊണ്ടൊന്ന് മാറ്റിപ്പിടിച്ചിട്ട് അല്ലാത്ത കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതിലോട്ട് പോവുക. ഈ ഒരു ഊളത്തനങ്ങൾ മാറ്റി വിടുക എന്നതാണ് എൻ്റെയും ഒരു അഭിപ്രായം. മൊത്തത്തിൽ പ്രേക്ഷകർ വെറുത്തു മടുത്തു ഈ പറയുന്ന രണ്ട് വാഴകളെയും വാഴച്ചോട്ടിലിരിക്കുന്നു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അവർക്ക് കണ്ട് മനസ്സിലായില്ല ആ ഒരു സാധനം അടിച്ച്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ പോയി. എന്തൊക്കെയോ അവിടെ കാണിച്ചു കൂട്ടി. മറ്റേ ബ്രഷിന്റെ ഗെയിം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. ബ്രഷിന്റെ ഗെയിമിൽ ഈ പറയുന്ന പോലെ സിജോയും മറ്റേ അഭിഷേകും ജയിലിലോട്ട് പോയി. അതും ആ കഞ്ഞിയും പാത്രം. പിന്നെ സായി പുറത്തായി. എന്തോ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് സായി പുറത്ത് പോയിരിക്കുകയാണ്. തുടർന്നുള്ള ചികിത്സയ്ക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയിരിക്കുകയാണ്. ഇനി പുറത്ത് പോയിട്ട് വരുമ്പോഴെങ്കിലും പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഗെയിം മാറ്റിപ്പിടിച്ച് സായി കളിച്ചാൽ കൊള്ളായിരിക്കുമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. എന്തായാലും ഹോസ്പിറ്റലിലോട്ട് പോകുന്ന എല്ലാവരും പുറത്തുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പം പുറത്തുള്ളത് അറിഞ്ഞിട്ട് മാറ്റിപ്പിടിച്ച് മാസായ ഓക്കെ ഫൈൻ. വാട്ട് എവർ ഇറ്റ് ഈസ്, വൃത്തിയില്ലായ്മ, ആൾക്കാരെ പറ്റിക്കൽ, തുടർന്ന് ഗബ്രി ജാസ്മിൻ കണ്ടിന്യൂവേഷൻ നടക്കുകയാണ്. ദയവ് ചെയ്ത് ഇപ്രാവശ്യമെങ്കിലും ഒന്ന് മാറിപ്പോണേ. ഗബ്രി പുറത്താവണേ, എന്തായാലും ജാസ്മിനും പുറത്താവണേ. പ്രാർത്ഥിക്കും. എല്ലാവരും നേർച്ചയിട്ട് അടിപൊളിയായിട്ട് പ്രാർത്ഥിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യും. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.